ഹലോ. ഹംഗ്രി മൃണാൾസ് ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലുള്ള വ്യക്തിയുടെ ഹോട്ടലാണ് ഹംഗ്രി മൃണാൾ. ഈ പേര് കേട്ടപ്പോൾ തന്നെ പലർക്കും ആളെ മനസ്സിലായി കാണും. കാണുന്ന എല്ലാ ഹോട്ടലിലും കയറി ഇറങ്ങി കുറ്റം പറഞ്ഞ്, അവിടുത്തെ ഫുഡിനെ കുറ്റം പറഞ്ഞ്, അവിടുത്തെ വൃത്തിയെ കുറ്റം പറഞ്ഞ്, അറ്റ്മോസ്ഫിയറിനെ കുറ്റം പറഞ്ഞ്, ഓരോന്നിനും ഇങ്ങനെ പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തി. ആള് സ്വന്തമായിട്ടൊരു ഹോട്ടൽ തുടങ്ങി. അത് തുടങ്ങിയത് മുതൽ ആളെ എയറിലാണ്, ഇതുവരെയായിട്ടും താഴോട്ട് ഇറങ്ങിയിട്ടില്ല. ഇത്രയും ദിവസം വ്ളോഗേഴ്സും റിയാക്ഷൻ വീഡിയോസും ചെയ്യുന്ന ആൾക്കാരായിരുന്നു അങ്ങനെ എയറിൽ കയറ്റിക്കൊണ്ടിരുന്നത്. ഇപ്പം അതേ ന്യൂസ് ചാനലടക്കം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ഒന്ന് കേൾക്കാം. ഈ ഹോട്ടലിൽ ചെന്നാൽ എന്താണ്, ഇഡ്ലിയുടെ കൂടെ ചമ്മന്തി ഉണ്ടാവും, ചമ്മന്തി ചട്നി ഉറപ്പല്ല, ദോശയുടെ കൂടെ ഒക്കെ ചമ്മന്തി ഉണ്ടാവില്ല. ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ട ഒരു പ്രത്യേക ഒരു കാര്യമാണ് ഇപ്പൊ പ്രേക്ഷകർ സ്ക്രീനിൽ കാണാൻ പോകുന്നത്. കൊച്ചിയിൽ ഒരു ഹോട്ടലിൽ തേങ്ങാ ചമ്മന്തിക്ക് പ്രത്യേകം വില, ചമ്മന്തിക്ക് ബില്ല് രേഖപ്പെടുത്തിയിരിക്കുന്നത് 8 രൂപയാണ്. ഇപ്പൊ നോക്കൂ, അതിൽ സ്നാക്സ് ചട്നി എന്ന് കൊടുത്തിരിക്കുന്നത് 8 രൂപ. അതിനുപോലെ ഗോലിബാജ എന്നുള്ളതിന് 12 രൂപ. അത് 2 എണ്ണമാണ് വാങ്ങിയിരിക്കുന്നത്, 6 രൂപ ഇതാണ്. അതിന്റെ കൂടെയുള്ള സ്നാക്സ് ചട്നി പ്രത്യേകം രേഖപ്പെടുത്തി 8 രൂപ ബില്ലിൽ ഈടാക്കിയിരിക്കുകയാണ്. അപ്പൊ ഹോട്ടലിൽ കയറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പണ്ടത്തെ പോലെ ഒരു കോംബോ ആയിട്ടല്ല ദോശ വട ഇതൊന്നും കിട്ടുക, അതിന്റെ കൂടെ ചട്നിക്ക് സെപ്പറേറ്റ് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ പോവുകയാണെങ്കിൽ വളരെ തിരക്കേറിയ ഒരു ഹോട്ടലിലാണ് ഇത്. അപ്പൊ കൊച്ചിയിലൂടെ യാത്ര ചെയ്ത് ഭക്ഷണം കഴിക്കുന്നവർക്കൊക്കെ ഇത് ഏറെക്കുറെ ചിലപ്പോൾ പരിചിതമായിരിക്കാം. പക്ഷെ അല്ലാത്തവർ എന്ത് ചെയ്യും സാധാരണഗതിയിൽ? ഈ ഹോട്ടൽ തുടങ്ങിയപ്പോൾ സാധാരണക്കാരന് വേണ്ടിയുള്ള ഹോട്ടൽ എന്ന് അങ്ങേര് എടുത്ത് പറഞ്ഞായിരുന്നു. ഇതാണ് സാധാരണക്കാരന് വേണ്ടിയുള്ള ഹോട്ടൽ, ചട്നിക്ക് സെപ്പറേറ്റ് 8 രൂപ കൊടുത്തിട്ട് വേണം വാങ്ങിച്ച് കഴിക്കാൻ. ഇന്ന് വന്നൊരു വീഡിയോ, ഇവരുടെ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാൻ തുടങ്ങിയ ഫുഡിൽ പുഴു. ഈ വൃത്തിയെക്കുറിച്ച് ഘോരഘോരമായിട്ട് പ്രസംഗിക്കുന്ന ആളുടെ ഹോട്ടലിൻ്റെ അവസ്ഥയാണ് ഈ പറയുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം. ആദ്യം ഈച്ചയായിരുന്നു, ഇപ്പം ഈച്ച മാറി പുഴുവായിട്ടുണ്ട്. ഇനി ഈ പുഴു മാറി പഴുതാര വരുമെന്ന് ദൈവത്തിനറിയാം. ഇനി ഇതിനെക്കുറിച്ച് ആരെങ്കിലും എടുത്ത് അങ്ങേരോട് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ചാലോ അങ്ങേർക്ക് പുച്ഛം. വെറും പുച്ഛമല്ല, അങ്ങേ അറ്റം പുച്ഛം. പിന്നെ ഒടുക്കാത്ത ആറ്റിറ്റ്യൂഡ്. ഇനി വേറൊരു കാര്യം പറയുക, അഥവാ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ പറയാം. ഞങ്ങളുടെ നാട്ടിൽ ഒരു ഹോട്ടലുണ്ട്. ഫുഡിനെ കുറിച്ച് ഒരു കുറ്റവും പറയാൻ പറ്റാത്തത് കൊണ്ടായിരിക്കണം ഫുഡ് വിളമ്പിയ രീതിയെക്കുറിച്ച് അങ്ങ് കുറ്റം പറഞ്ഞത്. അന്നേ ഞാൻ വിചാരിച്ചത് എവിടെ നിന്നെങ്കിലുമൊക്കെ ഇങ്ങനൊരു പണി കിട്ടുമായിരിക്കുന്നു. കർമ്മൈസേ ബൂമറാങ് എന്നാണല്ലോ. ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അത് പരിഹരിക്കാനും അങ്ങേർക്ക് പറ്റത്തില്ല, എന്നാൽ അത് ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാരെ പരിഹരിച്ച് വിടുകയും ചെയ്യും. എന്താ ആറ്റിറ്റ്യൂഡാണോ എന്തോ. ഇനി ഒരു വോയിസ് ഏൽപ്പിച്ചാലാവേ. എനിക്ക് വീഡിയോ കട്ട് ചെയ്ത് ഇടാൻ അറിയാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വോയിസ് മാത്രം കേൾപ്പിക്കുന്നത്. ഒരുപാട് കസ്റ്റമേഴ്സ് ഒരേ കാര്യം പറയുമ്പോൾ നമ്മൾ ടോപ്പ് പ്രയോറിറ്റി ആയിട്ട് എടുക്കണമല്ലോ. പറയുന്നത് അഗ്രിമെന്റ് വന്നിട്ട് നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്നില്ല. സ്നാക്ക് കഴിക്കുമ്പോൾ കെച്ചപ്പോ ചട്നിയോ ഒന്നും നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്നില്ല. ഞങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിയാൽ മതി, വേണ്ടതിന്റെ വില തന്നാൽ മതി. പല സ്ഥലത്തും ഇത് ഫ്രീ ആയിട്ട് കിട്ടുമെങ്കിലും അത് ഫ്രീ അല്ലാതെ ഒറിജിനൽ സാധനത്തിന്റെ കൂടി ഇതിന്റെയും കൂടെ വില ആഡ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. കാശിന്റെ മാത്രം പ്രശ്നമല്ല, കാശ് കുറച്ച് കിട്ടും, അത് ശരിയാണ്. കാശിന്റെ മാത്രം പ്രശ്നമില്ല. ഇതൊന്നും വേസ്റ്റ് ആയി കളയുന്നത് എനിക്ക് വേണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് അത് മേടിക്കുന്നത്? പക്ഷെ നിങ്ങൾ ബിരിയാണിയുടെ കാര്യത്തിൽ എന്താ അങ്ങനെ ചെയ്യാത്തത്? ബിരിയാണി മേടിക്കുമ്പോൾ റൈത്തി പിക്കിളോ അതിന്റെ കൂടെ വരികയല്ലേ. എനിക്ക് ചിലപ്പോൾ ആ പിക്കിൾ ബിരിയാണിയുടെ കൂടെ വേണ്ടെങ്കിലും, എനിക്ക് പിക്കിളേ വേണ്ടെങ്കിലും, അല്ലെങ്കിൽ എനിക്ക് വേറൊരു പിക്കിളോ വേണ്ടതെങ്കിലും പിക്കിൾ വേസ്റ്റ് ആവില്ലേ? എനിക്ക് റൈത്ത വേണ്ടെങ്കിലോ, റൈത്തൊക്കെ വേറെ ചിക്കൻ കറിയും കൂട്ടി ബിരിയാണി കഴിക്കാനാണെങ്കിൽ ഇഷ്ടമാണെങ്കിലോ ആ റൈത്ത വെറുതെ ആവുകയാണ്. എനിക്കിതൊന്നും വേണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ആ വിലയും കൂടെ ബിരിയാണി കുറച്ചതുകൂടെ. ഞങ്ങൾക്ക് അറിയാൻ നന്നായിട്ട് ഇത് ഫ്രീ അല്ല, ഇതിന്റെ കൂടെ ബിരിയാണിയുടെ കൂടെ ഈ സാധനത്തിന്റെ വില കൂട്ടിയിരുന്നു. അപ്പൊ നിങ്ങൾ എല്ലാ കാര്യത്തിലും ചെയ്യുന്ന പോലെ ഇതിലും ചെയ്തൂടെ എന്നാണ് അവർ ചോദിക്കുന്നത്. എന്താ നിങ്ങളുടെ അഭിപ്രായം? നല്ല അഭിപ്രായം. ഒരു കാര്യം ചെയ്യും, ആ ബിരിയാണിയിലെ പീസും അതിൻ്റെ മസാലയും അതും കൂടെ എടുത്ത് നിങ്ങൾ വേറെ അങ്ങ് വെക്ക്. അപ്പോൾ പിന്നെ അതും വേണ്ടാത്തവർക്ക് അതും കഴിക്കണ്ടല്ലോ. അപ്പോൾ പിന്നെ ബിരിയാണിയാണ് എന്ന് പറയണ്ട, റൈസാണെന്ന് പറഞ്ഞാൽ കൊടുത്താൽ മതി. അല്ല പിന്നെ ഇനി ഞാനിത് പറയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് എന്നെ ചീത്ത വിളിക്കുന്ന ആൾക്കാരോട് നിങ്ങളെ വിളിച്ചു, എനിക്ക് ഒരു കുഴപ്പമില്ല. ശരി എന്നാൽ ബൈ.